എളുപ്പത്തിൽ നമുക്കൊരു സോയ ദം ബിരിയാണി തയ്യാറാക്കാം. പാത്രത്തിലേക്ക് കുറച്ച് സോയാബീൻ എടുക്കാം. അതിലേക്ക് സോയാബീനിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് 3-4 സവാള സ്ലൈസ് ചെയ്തത് ഫ്രൈ ചെയ്തെടുക്കണം. വെള്ളം കളഞ്ഞെടുത്ത സോയാബീനിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ഫ്രൈ ചെയ്ത ഓണിയൻ, പിന്നെ തലേന്ന് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്, കുറച്ച് കോളിഫ്ലവർ, ഇത് ഓപ്ഷനിലാണ്, കുറച്ച് തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരി വേവിക്കാനായിട്ടുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പെരുംജീരകം, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വയണയില, 1 നാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ്യ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത്, ഞാനിവിടെ 1.5 നാഴി ബാസ്മതി റൈസാണ് എടുക്കുന്നത്. അത് നല്ലപോലെ വെന്തുടയാൻ പാടില്ല. ഒരു 80-90% മാത്രം വെന്ത് കിട്ടിയാൽ മതിയാകും. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന സോയാ മിക്സും ചേർത്ത് അതിലേക്ക് 2 ഗ്ലാസ് ചൂടുവെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ദമ്മിടാനായി 2 തക്കാളി സ്ലൈസ് ചെയ്തത്, വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, ഫ്രൈ ചെയ്ത ഓണിയൻ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, കൂടെ തന്നെ വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാൻ, ഞാൻ ചേർക്കുന്നില്ല. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.